നമസ്കാരം. മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൂന്നാമത്തെ മൊഡ്യൂളിൽ നമുക്കറിയാം ഫസ്റ്റ് പാർട്ട് എ ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ചെയ്യാറ് പോലുള്ള പാർട്ട് എ ക്വസ്റ്റ്യൻ ആണ്. മൊഡ്യൂൾ 3, the amount of heat added during the phase change or of water. വാട്ടറിന്റെ ഫേസ് ചേഞ്ചിൽ നമുക്കറിയാം, ഒരു വാട്ടർ വരുന്ന സമയത്ത് ടെമ്പറേച്ചർ ടൈം ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മൾ വാട്ടർ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് എന്തെയും അതിന് താഴെ ഉണ്ട് അല്ലെ, -4 ഒക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ പോവും. 0 ഡിഗ്രി സെൽഷ്യസ് നിന്ന് ആദ്യം എന്ത് ചെയ്യുന്നു, അത് ആദ്യം ഇതൊരു -4 ആണെന്ന് എഴുതിക്കോളൂ. -4 നിന്നും ടെമ്പറേച്ചർ കൂടിയിട്ട് എന്ത് ചെയ്യുന്നില്ല, -ഡിഗ്രി സെൽഷ്യസ് നിന്നും ടെമ്പറേച്ചർ കൂടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു 0 ഡിഗ്രി, ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്, പാരലൽ ലൈൻ ആണ്, ടെമ്പറേച്ചർ മാറാത്തൊരു ലൈനാണ്. ഓക്കെ, അത് സ്ട്രേറ്റ് ലൈൻ വരുന്നു. പിന്നെന്ത് ചെയ്യുന്നു, വീണ്ടും ടെമ്പറേച്ചർ കൂടുന്നു, പിന്നെ സ്ട്രേറ്റ് ലൈൻ വരുന്നു. ഓക്കെ, ഈ രീതിയിലാണ് അത് മാറുന്നത്. അതായത് ഇവിടെ ഐസ് ആണെന്ന് കരുതുക, ഇവിടെ ഐസ് ആണ്, ഐസ് -4 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ ടൈം വരെ, ഈ ഒരു സ്ഥലം വരെ എന്താണ്, ഇത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈ 0 ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടർ, ഈ ഒരു പോയിന്റിൽ ഐസാണ് കംപ്ലീറ്റ്. ഇതെന്തായിട്ട് മാറുന്നു, ദ്രാവകം, ലിക്വിഡ് ആയിട്ട് മാറുന്നു. ഈ ഒരു പോയിന്റ് വരെ ലിക്വിഡ് ആയിട്ട്, അതിന് ടെമ്പറേച്ചർ മാറുന്നില്ല അല്ലെ. പിന്നെ എന്ത് ചെയ്യുന്നു, അത് ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞ് എല്ലാം പൂർണ്ണമായിട്ടും ഐസ് മെൽറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് എങ്ങോട്ട് പോകും, അത് വീണ്ടും ടെമ്പറേച്ചർ വരും. 0 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ ആയിട്ട് മാറുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള വേപ്പർ ആയിട്ട് മാറുന്നു, ഗ്യാസ് ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ്, കുറെ സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ. സോ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഹീറ്റ് ആഡഡ് ഡ്യൂറിംഗ് ദ ഫേസ് ചേഞ്ച്. ഇങ്ങനെ ഫേസ് ചേഞ്ച് നടക്കുന്ന സമയത്ത്, ഏതാ ഫേസ് ചേഞ്ച് നടക്കുന്നത്, ഈ ഒരു പോയിന്റിൽ ഫേസ് ചേഞ്ച് നടക്കുന്നുണ്ടോ, ഈ ഒരു പോയിന്റിൽ ഫേസ് ചേഞ്ച് നടക്കുന്നോ, ഇല്ല, ടെമ്പറേച്ചർ മാത്രം കൂടുന്നുള്ളൂ. അങ്ങനെ ടെമ്പറേച്ചർ കൂടുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സെൻസിബിൾ ഹീറ്റിംഗ്. ഇറ്റ്സ് കോൾഡ് സെൻസിബിൾ ഹീറ്റിംഗ്. ടെമ്പറേച്ചർ മാത്രം കൂടുന്ന, അതാ ഇവിടെയും ടെമ്പറേച്ചർ കൂടുക, ഫേസ് ചേഞ്ച് നടന്നോ, ഐസ് എന്തായി, -4 ഡിഗ്രി സെൽഷ്യസ് ഐസ് 0 ഡിഗ്രി സെൽഷ്യസ് ഐസ് ആയിട്ട് മാറി. അവിടെ ഫേസ്, അതിന്റെ എന്താ ഫേസ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ്, ഗ്യാസ്, സോളിഡ് അല്ലെ, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് ഒക്കെയാണ് എന്താ ഫേസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഫേസ് മാറിയിട്ടുണ്ടോ, ഈ ഒരു ടൈമിലും ഫേസ് മാറിയിട്ടില്ല. സോ ദാറ്റ് ഈസ് അവിടെ കൊടുക്കുന്ന ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഫേസ് ചേഞ്ച് നടക്കുന്ന ഹീറ്റിനെ വിളിക്കുന്ന പേരാണ് ലാറ്റന്റ് ഹീറ്റ്. ഇറ്റ് ഈസ് കോൾഡ് ലാറ്റന്റ് ഹീറ്റ്. ക്ലിയർ ആയല്ലോ. ഫേസ് ചേഞ്ച് നടക്കുന്ന, അതായത് ഇവിടെ എന്ത് സംഭവിച്ചു, ഐസ് എന്തായിട്ട് മാറി, ലിക്വിഡ് ആയിട്ട് മാറി. ഐസ് എന്തായിട്ട് മാറി, ലിക്വിഡ് ആയിട്ട് മാറി. അത് 0 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മാറിയിട്ടില്ല. ഇവിടെ എന്ത് ചെയ്തു, ലിക്വിഡ് എന്തായിട്ട് മാറി, ഗ്യാസ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ടൈമിൽ. സോ ദാറ്റ് ഈസ് ഇതൊക്കെ ലാറ്റന്റ് ഹീറ്റ് ആണ്. ലാറ്റന്റ് ഹീറ്റ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്തായിരുന്നത്, ലാറ്റന്റ് ഹീറ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടുന്ന് മനസ്സിലാക്കാനുള്ളത്, ഈ ഒരു ഗ്രാഫിൽ നിന്നും മനസ്സിലാക്കാനുള്ളത്. നെക്സ്റ്റ്, specify the name boiler mounting which is used to drain out the water periodically. വെള്ളം പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട്, ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പൈപ്പിന്റെ പേരെന്താണ്, അല്ലെങ്കിൽ ആ ഒരു മൗണ്ടിങ്ങിന്റെ പേരെന്താണ്, ദാറ്റ് ഈസ് എന്താണ്, ബ്ലോ ഓഫ് കോക്ക്. അതിന് വിളിക്കുന്ന പേരാണ് ബ്ലോ ഓഫ് കോക്ക്. ഫിഗർ കാണുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ്, പാർട്ട് ബിത്തെ ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് ബിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ത്രോട്ട്ലിംഗ് പ്രോസസ്. എന്താണ് ത്രോട്ട്ലിംഗ് പ്രോസസ്? ത്രോട്ട്ലിംഗ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഗർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ക്രൈബ് ചെയ്യാം. ത്രോട്ട്ലിംഗ് പ്രോസസിന്റെ ഫിഗർ ഇതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സിലിണ്ടർ, അതിൽ 2 കമ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് കരുതുക. ഈ കമ്പാർട്ട്മെന്റ് സെപ്പറേറ്റഡ് ബൈ എ വാൾ ആൻഡ് ഇതിനുള്ളിൽ മുഴുവൻ എന്തുണ്ട്, ഒരു പ്രത്യേക മോളിക്യൂൾസ് ഉണ്ട്. ഈ മോളിക്യൂൾസ് ഒരു ത്രോട്ടിൽ വാൾവ്, ഓക്കെ, ഇവിടെ ഒരു വാൾവ് ഉണ്ട്, ദാറ്റ് ഈസ് എ ത്രോട്ടിൽ വാൾവ്, അല്ലെങ്കിൽ ഒരു മൈന്യൂട്ട് പോർ അല്ലെങ്കിൽ ത്രോട്ടിൽ വാൾവ്. ഈ ത്രോട്ടിൽ വാൾവ് വഴി ഇതിനുള്ളിലുള്ള
ഈ ഒരു മോളിക്യൂൾസിനെ ഇവിടെ വേക്കമാണെന്ന് കരുതുക, വേക്കം അല്ലെങ്കിൽ ഒന്നുമില്ലാത്ത ശൂന്യതയാണ്. ഈ ശൂന്യതയിലേക്ക് പോകാൻ സമ്മതിച്ചാൽ എന്ത് സംഭവിക്കും? അത് ഫ്രീ ആയിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് പോരും അല്ലെ, വിത്തൗട്ട് എനി വർക്കൊന്നും കൊടുക്കാതെ പുറത്തേക്ക് വരാൻ പറ്റും. സോ ഇങ്ങനെയുള്ള ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ത്രോട്ടിലിംഗ് പ്രോസസ്. എന്താ ത്രോട്ടിലിംഗ് പ്രോസസ് എന്നാൽ ദ പ്രോസസ് ഓഫ് ത്രോട്ടിലിംഗ് ഇൻവോൾവ്സ് യൂട്ടിലൈസിംഗ് എ ത്രോട്ടിൽ വാൾവ്, ഒരു ത്രോട്ടിൽ വാൾവ് ഉപയോഗിച്ചുകൊണ്ട് ടു ചേഞ്ച് ഹൈ പ്രഷർ ഫ്ലൂയിഡ്. ഇവിടെയാണ് ഹൈ പ്രഷർ ഫ്ലൂയിഡ്, ഹൈ പ്രഷർ ഫ്ലൂയിഡ്. ഇവിടെ എന്താണ്? ലോ പ്രഷർ ഫ്ലൂയിഡ് ആണ് അല്ലെ. വാക്വം എന്ന് പറഞ്ഞാൽ ലോ പ്രഷർ ആണ്. ഹൈ പ്രഷർ ഫ്ലൂയിഡിന് എന്ത് ചെയ്യുക? ഇൻ ടു ലോ പ്രഷർ ഫ്ലൂയിഡ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെയാണ് വിളിക്കുന്നത് ത്രോട്ടിലിംഗ് പ്രോസസ് എന്ന് വിളിക്കുന്നത്. ത്രൂ ഔട്ട് ദ ത്രോട്ടിലിംഗ് പ്രോസസ്, ഈ പ്രോസസ് മുഴുവൻ എൻതാൽപ്പി എന്തായിരിക്കും? എച്ച് ഈസ് എ കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് ഡി എച്ച് എന്തായിരിക്കും? ഡി എച്ച് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. എന്താൽപ്പി ചേഞ്ച് തന്നത് 0 ആയിരിക്കും. എച്ച് കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താൽപ്പി ചേഞ്ച് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. വർക്ക് ഈസ് നെഗ്ലജിബിൾ. അതുകൊണ്ട് തന്നെ ആൻഡ് വെരി ഫാസ്റ്റ് പ്രോസസ്, വളരെ പെട്ടെന്ന് നടക്കുന്ന പ്രോസസ്സാണ്. ഒരു ഓട്ടൊക്കെ ഉടനെ തന്നെ എന്ത് ചെയ്യും? ഇത് പെട്ടെന്ന് വളരെ വേഗത്തിൽ നടക്കുന്ന പ്രോസസ്സാണ് അല്ലെ, വെരി ഫാസ്റ്റ് പ്രോസസ്. സോ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് അഡയാബാറ്റിക് പ്രോസസ്. ഇതിനെ അഡയാബാറ്റിക് പ്രോസസ് എന്നും കൂടി വിളിക്കാറുണ്ട്. അഡയാബാറ്റിക് പ്രോസസ് ആയിട്ട് നമ്മൾ ഇതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു പേരുണ്ട്, എൻതാൽപ്പി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ ഐസെൻതാൽപിക് പ്രോസസ് എന്നും കൂടി ഇതിനെ വിളിക്കാറുണ്ട്. ഐസെൻതാൽപിക് പ്രോസസ് എന്നും കൂടി പറയാറുണ്ട്. ഐസെൻതാൽപിക് പ്രോസസ് കൂടി എന്ന് പറയാറുണ്ട്. ഇതിനെ ത്രോട്ട്ലിംഗ് പ്രോസസ് ഈസ് എ ഐസെൻതാൽപിക് പ്രോസസ് എന്നും കൂടി പറയാറുണ്ട്. നെക്സ്റ്റ്, ഡ്രോ ദ പ്രിൻസിപ്പിൾ ഓഫ് ഫയർ ട്യൂബ് ബോയിലർ. ഫയർ ട്യൂബ് നമുക്കറിയാം, ഫയർ ട്യൂബ് ബോയിലർ ഒരുപാടുണ്ട് അല്ലെ. അതിൽ നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഒന്നായിരുന്നു കൊക്രാൻ ബോയിലർ അല്ലെ, കൊക്രാൻ ബോയിലർ. ഈ ഫയർ ട്യൂബ് ബോയിലറിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, ബേർണർ വഴി നമ്മൾ എന്താ ചെയ്യുന്ന ഹോട്ട് ഗ്യാസ്, ഫയർ ട്യൂബ് ബോയിലർ, ട്യൂബിന്റെ ഉള്ളിൽ ഫയർ പ്രവർത്തനമായി, ഫയർ ട്യൂബിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? ഫയർ. അങ്ങനെ ബോയിലറിനെ എന്ത് വിളിക്കുന്നത്? ഫയർ ട്യൂബ് ബോയിലർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന ബേണറിൽ നിന്ന്, നമ്മൾ കത്തിച്ചുന്ന ബേണറിൽ നിന്നും വരുന്ന ഫയർ നേരം എന്ത് ചെയ്യുന്നു? ഫർണസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്? ട്യൂബിന്റെ ഉള്ളിലൂടെ. ഇത് ഫസ്റ്റ് പാസ് ആണ്. ഈ ഫർണസിന്റെ ഉള്ളിലൂടെ അങ്ങനെ വരുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഇത് ഫസ്റ്റ് പാസ്. ഇത് അവിടെ എഴുതിയിട്ടുണ്ട്, ഫസ്റ്റ് പാസ്. ഈ ഫസ്റ്റ് പാസിലൂടെ കമ്പസ്റ്റിംഗ് ഗ്യാസസ് നേരം എന്ത് ചെയ്യും? ട്യൂബിന്റെ ഉള്ളിലൂടെ കടക്കും. ഈ ട്യൂബിന്റെ ഉള്ളിലൂടെ കടക്കും അല്ലെ. അങ്ങനെ രണ്ടാമത്തെ പാസ് എന്താ? ഈ ട്യൂബിന്റെ ഉള്ളിൽ കൂടിയാണ്. ഈ ട്യൂബിനുള്ളിലൂടെ കടന്ന് വീണ്ടും മൂന്നാമത് എന്ത് ചെയ്യുന്നുണ്ട്? ട്യൂബിന്റെ ഉള്ളിൽ, തേർഡ് പാസ് എന്ത് ചെയ്യും? വീണ്ടും ട്യൂബിനുള്ളിലൂടെ പോയി അങ്ങനെ ചിമ്മിനി വഴി എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു എത്ര പാസ്സായി? 3 പാസ്. തേർഡ് പാസ് വഴി പോവുകയാണെങ്കിൽ തേർഡ് പാസ് ഫർണസ് ആണ്. എന്നാൽ കൊക്രാൻ ബോയിലർ എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരൊറ്റ പ്രാവശ്യം പാസ് ചെയ്തുള്ളൂ. കൊക്രാൻ ബോയിലർ എന്താണ്? ഫസ്റ്റ് പാസ് ആണ്, ഒറ്റ പാസ്, സിംഗിൾ പാസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ കൊക്രാൻ ബോയിലറിൽ. സിംഗിൾ പാസ് ബോയിലർ ആണ് കേട്ടോ, സിംഗിൾ പാസ് ബോയിലർ ആണ്. ഇവിടെ എന്തുണ്ട്? 3 പാസ് പോകുന്നുണ്ട് അല്ലെ. 3 പ്രാവശ്യം ഇങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. ഫസ്റ്റ് ഡയറക്ഷൻ ഇങ്ങനെ വന്നു, ഇവിടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? 3 പ്രാവശ്യം, 3 ഡയറക്ഷനിൽ, ഫസ്റ്റ് ഡയറക്ഷൻ, സെക്കൻഡ് ഡയറക്ഷൻ, പിന്നെ എന്ത് ചെയ്തു? ഇതേ ഡയറക്ഷനിൽ 3 പ്രാവശ്യമായിട്ട് കടന്നു പോകുന്നുണ്ട് ബോയിലറിലൂടെ. സോ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കോൾഡ് തേർഡ് പാസ് ബോയിലർ ആണ് അല്ലെ. അപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ ട്യൂബ്സിനൊക്കെ ചുറ്റിയിട്ട് എന്തുണ്ടായിരിക്കും? വാട്ടർ ഉണ്ടായിരിക്കും. ഈ വാട്ടർ എന്ത് ചെയ്യും? ഇതിന് ചൂടാവും. വാട്ടർ ചൂടായിട്ട് എന്ത് ചെയ്യും? താഴെ നിന്ന് ചൂടായ വെള്ളം മുഴുവൻ എന്ത് ചെയ്യും? മുകളിലേക്ക് പോയി നിൽക്കും. മുകളിൽ പിന്നെ ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഒരു ഹോട്ടായിട്ടുള്ള വാട്ടർ വീണ്ടും എന്തായാലും സൂപ്പർ സാച്ചുറേറ്റഡ് സ്റ്റീമായിട്ട് മാറി ഇതുവഴി എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നമ്മുടെ ഈ ഗ്യാസസോ ട്യൂബിനുള്ളിലൂടെ വന്ന് പുറത്തേക്ക് ചിമ്മിനി വഴി പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇതാണ് പുറത്തേക്ക് പോകും. ചിമ്മിനി വഴി എന്ത് ചെയ്യും? പുറത്തേക്ക് അറ്റ്മോസ്ഫിയറിലേക്ക് പോകും. ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം. ഇതാണ് പ്രിൻസിപ്പിൾ, ഫയർ ട്യൂബ് ബോയിലറിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ എഴുതാം, ദ ഹോട്ട് ഗ്യാസസ് ഫ്രം ദ ബർണർ കംസ് ത്രൂ ദ ഫർണസ് and it is considered as first pass, and then it goes through the tubes and it is considered as second pass when the fire goes through the tube. The water surrounded by the water, the tube is surrounded by water, and the water is the temperature of the water is increased. Then the third pass is going again through this hot water. Then it is goes to saturated steam. Saturated steam like മാറുകയാണ് ചെയ്യുന്നത്. Then saturated steam is collected, the saturated steam, and the burned gases, the burned gases will be goes through the chimney and to the atmosphere പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ എഴുതി വെക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അവിടെ വാങ്ങിക്കാൻ പറ്റും. ഈ ചിത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് പാർട്ട് സിയിലെ ക്വസ്റ്റ്യൻ ആണ്. പാർട്ട് സിയിൽ ഡ്രോ ദ നീറ്റ് ഡയഗ്രാം ഓഫ് ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ. ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലറിന്റെ
നീറ്റ് ഡയഗ്രം എന്ത് ചെയ്യുക വരച്ച് കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ് ബോയിലർ. ഇവിടെ വാട്ടർ ഗേജ് എന്നാണ്, സംശയം വേണ്ട, വാട്ടർ ഗേജ് GAUG ഗേജ്, വാട്ടർ ഗേജ് എന്നാണ്. ഓക്കെ, ഫയർ ട്യൂബ്. അപ്പൊ ഇതിന്റെ പാർട്സുകളാണ് വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് ഡ്രം വരയ്ക്കുക, ഡ്രമ്മിലേക്ക് എന്ത് ചെയ്യുക 2 സപ്പോർട്ട് വരയ്ക്കുക. ഇവിടെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ട്യൂബ്സുകളാണ്, അതായത് വാട്ടർ ട്യൂബ്സുകളാണ്. ഇതിലൂടെ നമ്മൾ ഹോട്ട് ഗ്യാസ് ഇതിലൂടെ കടന്ന് ബാഫിൽ പ്ലേറ്റ്സ് വഴിയുണ്ട് എന്തിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കടന്ന് ഇതിലൂടെ പുറത്തേക്ക് എന്ത് ചെയ്യുന്നു, വേസ്റ്റ് ഗ്യാസസ് പുറത്തേക്ക് പോകുന്നുണ്ട്. പക്ഷേ ഈ ട്യൂബിന്റെ ഉള്ളിലൂടെ ഒഴുകുന്ന എന്താണ്, വാട്ടർ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വിളിക്കുന്ന പേര് എന്താണ്, വാട്ടർ ട്യൂബ് ബോയിലറിന് എക്സാമ്പിൾ ആണ് ഏതെന്ന് പറയുന്നത് ബാബ്കോക്ക് ആൻഡ് വിൽകോക്സ്. കൊക്രാൻ ബോയിലർ ഏതായിരുന്നു, ഫയർ ട്യൂബ് ബോയിലറിന് എക്സാമ്പിൾ ആയിരുന്നു. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതിന് ജസ്റ്റ് വർക്കിംഗ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇനി വർക്കിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഫിഗർ നിർബന്ധമാണ്. നമ്മുടെ ഫയർ ബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ആകണ്ട്, അതായത് നല്ല ഹോട്ട് തെർമലി ഹീറ്റ് ഒക്കെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ബ്രിക്കിനെ എന്ത് വിളിക്കുന്നത്, ഫയർ ബ്രിക്സ് എന്ന് വിളിക്കുന്നത് അല്ലെ. പിന്നെ ഫയർ ഡോർ ഉണ്ട്. ഈ ഫയർ ഡോർ വഴി നമ്മൾ ഇന്ധനങ്ങൾ കത്തിച്ചിട്ട് ഈ ഫർണസിൽ വെച്ച് കത്തിക്കും അല്ലെ. അങ്ങനെ വരുന്ന ഹോട്ട് ഗ്യാസസ് ഈ ട്യൂബ്സിലൂടെ കടത്തിവിടും. ഫസ്റ്റ് പോകുന്ന ഏതിനാണ്, ഈ ട്യൂബിന്റെ ഉള്ളിലൂടെ. പിന്നെ പോകുന്നതാണ് ഇങ്ങനെ അവിടുന്ന് 6 ആഗിൽ പോയി ഇവിടെ എത്തുന്നത്. സോ വാട്ടർ കമ്മിങ് ഫ്രം ദ ഈ ഒരു മെയിൻ വാട്ടർ, സ്റ്റീം വാട്ടർ ഡ്രമ്മിൽ നിന്നും വരുന്ന വാട്ടർ ഇതിലൂടെയാണ് കടക്കുന്നത്. കാരണം ഇവിടെയാണ് അതായത് ഇവിടേക്കാണ് എന്തുള്ളത്, അതായത് ഹൈറ്റ് കുറവുള്ള ഭാഗം കൂടുതൽ എന്ത് ചെയ്യും, പെട്ടെന്ന് വെള്ളം അങ്ങോട്ട് വരുന്നു അല്ലെ. വരുന്ന വെള്ളം ഇതിൽ കൂടെ വരുന്നത്, ഇവിടെ എന്ത് ചെയ്യും, വാട്ടർ വരുന്നത്, ഇൻലെറ്റ് വാട്ടർ ഇതിലൂടെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ചൂടാക്കുമല്ലോ, ഇതിൽ കൂടെ ഹോട്ട് ഗ്യാസസ് പോകുന്നുണ്ട്, ഓട്ടോമാറ്റിക് കൊടുത്ത് വെള്ളം ചൂടാകുമ്പോൾ ഓട്ടോമാറ്റിക് ഡെൻസിറ്റി കുറയും. വെള്ളത്തിന്റെ ഡെൻസിറ്റി കുറഞ്ഞ എന്ത് ചെയ്യും, വെള്ളം മുകളിലേക്ക് ഉയരും. അങ്ങനെ വെള്ളം മുകളിലേക്ക് ഉയർന്ന വെള്ളം എന്ത് ചെയ്യും, ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഹോട്ട് ഗ്യാസസ് ആണ്, അതിനെക്കാട്ടി ഹോട്ട് ഗ്യാസ് ആണ് ഇതിൽ കൂടെ വരുന്നത്. ഈ ഹോട്ട് ഗ്യാസസ് എന്ത് ചെയ്യും, ആ ഓൾറെഡി ചൂടായിട്ടുള്ള ഈ ഒരു വെള്ളത്തെ സൂപ്പർ സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ സ്റ്റീം ആക്കി മാറ്റും, അല്ലെ സാച്ചുറേറ്റഡ് സ്റ്റീം ആക്കി മാറ്റുകയും ചെയ്തത്. ഈ സാച്ചുറേറ്റഡ് സ്റ്റീം എന്ത് ചെയ്യും, മുകളിൽ വന്ന് ഇവിടെ കളക്ട് ചെയ്യും, സ്റ്റീം സ്പേസിൽ വന്ന് കളക്ട് ചെയ്യും. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റീം സ്പേസ് വേണമെങ്കിൽ ഒന്നും കൂടി സൂപ്പർ സാച്ചുറേറ്റഡ് സ്റ്റീം ഇവിടുന്ന് സ്റ്റീം കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇതിലൂടെ വന്നിട്ട് അത് സൂപ്പർ സാച്ചുറേറ്റഡിലേക്ക് ഒന്നും കൂടി മാറിയിട്ട് എന്ത് ചെയ്യുന്നു, മെയിൻ സ്റ്റീം വാൾവ് വഴി നമുക്ക് പുറത്തേക്ക് എടുക്കാൻ ചെയ്യാം. ഇപ്പൊ ഈ ഒരു ഫിഗർ വരച്ച് പഠിക്കുകയാണെന്ന് വേറെ ഒരു പണിയും ചെയ്യാല്ല, വരച്ച് പഠിക്കുക എന്നുള്ളത് 2-3 പ്രാവശ്യം ഇരുന്നിട്ട് എന്ത് ചെയ്യുക, വരയ്ക്കുക, പഠിക്കുക. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ഉള്ള ഫിഗർ ആണ്. ഓക്കെ, കൊക്രാൻ ബോയിലർ ഇതുപോലെ തന്നെയാണ്. കൊക്രാൻ ബോയിലർ എന്ത് ചെയ്യാം, നന്നായിട്ട് ഇരുന്നിട്ടൊന്ന് പഠിക്കുക. നെക്സ്റ്റ്, വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീറ്റ് ഡയഗ്രാം എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് സ്റ്റീം ടർബൈൻ, റിയാക്ഷൻ സ്റ്റീം ടർബൈൻ, പ്രിൻസിപ്പിൾ ഓഫ് ദ റിയാക്ഷൻ സ്റ്റീം ടർബൈൻ ആണ് നമുക്ക് എന്ത് പറയേണ്ടത്. സോ നമുക്ക് ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് റിയാക്ഷൻ ട്യൂബ് വർക്ക് ചെയ്യുന്ന റിയാക്ഷൻ ആണ്. നമുക്കറിയാം എവരി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വലന്റ് ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, ന്യൂട്ടന്റെ തേർഡ് ലോ ആണ് അല്ലെ. അപ്പൊ ഇത് ഈ ഒരു ജെറ്റ് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് അതിന്റെ റിയാക്ഷൻ ഫോഴ്സ് എന്ത് ചെയ്യും, ഈ ഒരു റോട്ടറിൽ കിട്ടും. സോ എന്ത് ചെയ്യും, ഇത് റിയാക്ഷൻ ഫോഴ്സ് കൊണ്ടാണ് ഇത് കറങ്ങുന്നത് അല്ലെ. നമ്മുടെ ചക്രമൊക്കെ കറങ്ങുന്നത് എന്താണ്, അത് കത്തുന്ന ഡയറക്ഷനിൽ ഓപ്പോസിറ്റ് ആയിരിക്കും ചക്രം കറങ്ങുന്നത്. നമ്മൾ ചക്രം കത്തിക്കാറില്ലേ, അപ്പൊ അതൊക്കെ കറങ്ങുന്നത് എങ്ങനെയാണ്, ഈ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് കറങ്ങുന്നത്. സോ അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ ടർബൈനും അതുപോലെ തന്നെയാണ് കറങ്ങുന്നത്, റിയാക്ഷൻ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഈ റിയാക്ഷൻ ഫോഴ്സ് കിട്ടുന്നത്, നമുക്കറിയാം അവിടെ ഒരുപാട് സ്റ്റേറ്ററും അതുപോലെ തന്നെ റോട്ടർ ഉണ്ടായിരിക്കും. സ്റ്റേറ്റർ ആക്ട് ആസ് എ നോസിൽ, സ്റ്റേറ്റർ എന്നപോലെ ആക്ട് ചെയ്യും, നോസിൽ പോലെ ആക്ട് ചെയ്യുകയും റോട്ടോർ നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ ഒരു ആക്ഷൻ കാരണം, അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കാരണം എന്ത് ചെയ്യും, ഒരു റിയാക്ഷൻ ഫോഴ്സ് അതിന്റെ ഫ്ലോ ഇങ്ങനെ വരുന്ന ഫ്ലോ എന്ത് ചെയ്യും, അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടാണ് വിടുന്നത്. അപ്പൊ ഇത് ഈ ഒരു മൂവ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ഇത് കിടന്ന് കറങ്ങും അല്ലെ. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഈ ബ്ലേഡ്സുകൾ കിടന്ന് കറങ്ങും. സോ അങ്ങനെയുള്ള ഒരു റിയാക്ഷൻ ഫോഴ്സ് കാരണമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അവിടെ മൂവ്മെന്റ് ഓഫ് ദ റോട്ടോർ ലഭിക്കുന്നത്. സോ എന്താണെന്ന് നോക്കാം. ഇൻ ദ കേസ് ഓഫ് റിയാക്ഷൻ ടർബൈൻ, ദ മൂവിംഗ് ബ്ലേഡ്സ് ഓഫ് ദ ടർബൈൻ ആർ ഷേപ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് സ്റ്റീം എക്സ്പാൻഡ് ആൻഡ് ഡ്രോപ്പ് പ്രഷർ പാസസ് ത്രൂ ദം. അതായത് ഇതിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവുന്ന, പ്രഷർ ഡ്രോപ്പ് എങ്ങനെ ഉണ്ടാവും, ആദ്യം ഏരിയ എന്ത് ചെയ്യും, ആദ്യം ഏരിയ എന്താണ് കുറവും പിന്നെ ഏരിയ കൂടുകയും ചെയ്യും. ഏരിയ കൂടുമ്പോൾ അവിടെ പ്രഷർ ഡ്രോപ്പ് സംഭവിക്കും അല്ലെ. ആദ്യം ഹൈ പ്രഷറിൽ വന്ന് പിന്നെ പ്രഷർ ഡ്രോപ്പ് അവിടെ സംഭവിക്കും. അങ്ങനത്തെ രീതിയിൽ ഏരിയ കൂടി വരുന്ന രീതിയിലാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവുന്ന രീതിയിലാണ് എന്തുള്ളത്. ഇവിടെ നോക്കൂ, സ്റ്റീം പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, വരുമ്പോൾ റോട്ടറിൽ എന്തെങ്കിലും കുറയുന്നുണ്ട്, വീണ്ടും കുറയാൻ അവിടെ റോട്ടറിൽ. എന്നാൽ ഇവിടെ വെലോസിറ്റി എന്താ സംഭവിക്കുന്നത്, വെലോസിറ്റി ഈ സ്റ്റേറ്ററിൽ വെച്ചിട്ട് കൂടുകയും റോട്ടറിൽ വെച്ച് കുറയുകയും ചെയ്യുന്നത്. ഈ കുറയുന്ന വെലോസിറ്റി മുഴുവൻ എന്തായിട്ട് മാറുകയും ചെയ്യുന്നത്, പ്രഷർ എനർജി ആയിട്ട് മാറുകയാണ്. ഇവിടെ ഡിക്രീസിന് വാല്യൂ, ടോട്ടൽ എനർജി സെയിം ആവണ്ടേ, ടോട്ടൽ ഹെഡ് സെയിം ആണല്ലോ. വെലോസിറ്റി ഇവിടെ കുറയുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി
പ്രഷർ കുറയുന്നതൊക്കെ എന്ത് ചെയ്യും, പ്രഷർ ഡ്രോപ്പ് ആയിട്ട് മാറും. ഈ പ്രഷർ ഡ്രോപ്പ് എന്തിനു സഹായിക്കും, നമ്മുടെ എനർജി ആക്കി കൺവേർട്ട് ചെയ്യാൻ, എന്താ റൊട്ടേഷണൽ എനർജി ആയിട്ട്, റിയാക്ഷൻ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ in the case of reaction turbine, the moving blades of the turbine are shaped in such a way that steam expand and drop pressure at passes through them. അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റീമിന് എന്ത് ചെയ്യുന്നു, വലുത് വോളിയം കൂടുകയും അതിന്റെ പ്രഷർ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. as a result of the pressure decrease, ആ പ്രഷർ കുറയുന്നത് കാരണം in the moving blade വെച്ച് പ്രഷർ കുറയുന്നത് കാരണം a reaction force will be produced, റിയാക്ഷൻ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ദിസ് ഫോഴ്സ് വിൽ മേക്ക് ദ ബ്ലേഡ് റൊട്ടേറ്റ്. ആ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ബ്ലേഡിനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അടുത്തതോ, ദ റിയാക്ഷൻ ടർബൈൻ ഹാസ് റോസ് ഓഫ് ഫിക്സ്ഡ് ബ്ലേഡ് അൾട്ടർനേറ്റ് വിത്ത് റോസ് ഓഫ് മൂവിംഗ് ബ്ലേഡ്. അത് അൾട്ടർനേറ്റ് ഒന്നിടവിട്ടായിട്ട് മൂവിംഗ് ബ്ലേഡും റോട്ടർ ബ്ലേഡും റൊട്ടേറ്റിംഗ് നോസിലും അൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദ സ്റ്റീം എക്സ്പാൻഡ് ഫസ്റ്റ് സ്റ്റേഷനറി ആൻഡ് ഫിക്സഡ് ബ്ലേഡ്. ഫസ്റ്റ് എവിടെ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, സ്റ്റേഷനറി അഥവാ ഫിക്സഡ് ബ്ലേഡിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റീം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ വേർ ഇറ്റ് ഗെയിൻ സം വെലോസിറ്റി ആൻഡ് ഇറ്റ്സ് ഡ്രോപ്പ് പ്രഷർ ഡ്രോപ്പ്, അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, പ്രഷർ ഡ്രോപ്പ് ആവുന്നുണ്ട്, പക്ഷെ കുറച്ച് വെലോസിറ്റി എന്ത് ചെയ്യുന്നു കിട്ടുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ഹൈ വെലോസിറ്റി ഉള്ള സ്റ്റീമാണ് എവിടേക്ക് എൻ്റർ ആവുന്നത്, നമ്മുടെ റോട്ടോറിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ദെൻ എൻറ്റേഴ്സ് ദ മൂവിംഗ് ബ്ലേഡ്. ഇത് എന്ത് ചെയ്യുന്നു, അതിനുശേഷം ഈ ഒരു ഹൈ വെലോസിറ്റി ഉള്ള ലോ പ്രഷർ ഉള്ള ഈ ഒരു സ്റ്റീം നേരെ എങ്ങോട്ട് എൻ്റർ ചെയ്യുന്നു, മൂവിംഗ് ബ്ലേഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. വേർ ഇറ്റ്സ് ഡയറക്ഷൻ ഫ്ലോ ചേഞ്ച്, അവിടെ വെച്ചിട്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോയ സാധനം ഇങ്ങോട്ട് പോവാതെ ഇങ്ങോട്ടാണ് പോകുന്നത് അല്ലെ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ആ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഒരു ഇമ്പൾസീവ് ഫോഴ്സ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു ഇമ്പൾസീവ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇമ്പൾസീവ് ഫോഴ്സ് ഉണ്ട്, പ്ലസ് അത് കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ അഡീഷൻ അത് കൂടാതെ ദ സ്റ്റീം പാസിംഗ് ത്രൂ ദ മൂവിംഗ് ബ്ലേഡ്സ് വിൽ എക്സ്പാൻഡ്. മൂവിംഗ് ബ്ലേഡ് വെച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റീം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡ്രോപ്പ് പിന്നെയും പ്രഷർ എന്ത് ചെയ്യും, ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഈ പ്രഷർ ഡ്രോപ്പ് എന്തിന് കാരണമാകും, റിയാക്ഷൻ ഫോഴ്സ് ടു ദ ബ്ലേഡ്, അതൊരു റിയാക്ഷൻ ഫോഴ്സ് ബ്ലേഡിലേക്ക് കൊടുക്കാൻ കാരണമാകുന്നു. ഓക്കെ, ദിസ് സീക്വൻസ് അങ്ങനെ സീക്വൻസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റീം പാസ് ത്രൂ അഡീഷണൽ റോസ് ഓഫ് ഫിക്സഡ് ആൻഡ് മൂവിംഗ് ബ്ലേഡ്. ഇതുപോലത്തെ ഒരുപാട് ഫിക്സഡും മൂവിംഗ് ആയിട്ടുള്ള ബ്ലേഡിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് വലിയൊരു എനർജി, നമുക്ക് അല്ലെങ്കിൽ റൊട്ടേഷണൽ എനർജി ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്യും. ക്ലിയർ ആയോ? ഈ ഒരു പ്രോസസ്സിനെ എന്ന് വിളിക്കുന്നത്, അത് ഡയഗ്രാം വരയ്ക്കണം, ആ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റുക എത്രയും നല്ലത്, ഇത്രയും പോയിന്റുകൾ എഴുതി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിത്ത് എ നീറ്റ് sketch explain the working of economizer in a boiler. എക്കണോമൈസറിനെ കുറിച്ച് എന്ത് ചെയ്യുക, വ്യക്തമായിട്ടൊരു പിക്ചർ വഴി എക്സ്പ്ലെയിൻ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എക്കണോമൈസർ കുറച്ച് ബുദ്ധിമുട്ടാണ് വരയ്ക്കാൻ, നോക്കിക്കോളൂ. ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നിങ്ങളിത് ഈ ഒരു ട്യൂബ്സ്, ഒന്നിലധികം ട്യൂബ്സുകളുണ്ട്. ഇവിടെ 4 ട്യൂബ്സ് 2 സൈഡ്സിലുണ്ട്. ഇപ്പൊ 4 ഇല്ലെങ്കിൽ വേണമെങ്കിൽ 2 വെച്ച് എന്ത് ചെയ്യാം, വരയ്ക്കാം. അതൊന്നും കുഴപ്പമില്ല. 2 വരയ്ക്കുമ്പോൾ ഇവിടുന്ന് മൊത്തമായിട്ട് ഇത്രയും ഭാഗം പോകണം, അതുപോലെ ഇവിടുന്ന് എന്ത് ചെയ്യും, ഇത്രയും ഭാഗം മൊത്തമായിട്ട് പോകണം. ഓക്കെ, അപ്പോഴേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. പക്ഷെ ഈ 2 എൻഡുകൾ ഉണ്ടായിരിക്കും. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് വാട്ടർ ഇൻലെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് കൂടിയാണ് വാട്ടർ ഇൻലെറ്റ് ചെയ്യുന്നത്. അത് നമ്മുടെ തണുത്ത വെള്ളം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബോയിലറിലേക്ക് കൊടുക്കാനുള്ള വെള്ളം ഉണ്ടല്ലോ, വാട്ടർ ഉണ്ടല്ലോ, അതെന്ത് ചെയ്യണം, കൊടുക്കുന്നതിന് മുന്നേ ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ചൂടാക്കുന്ന പണി ആർക്ക് കുറഞ്ഞു കിട്ടും, ബോയിലറിന് കുറഞ്ഞു കിട്ടും അല്ലെ. നമ്മൾ ഏതായാലും ബോയിലറിലേക്ക് വെള്ളം കൊടുക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാം, അത് കുറച്ചൊരു എലിവേറ്റഡ് ടെമ്പറേച്ചറിൽ ഒന്ന് ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുക. ഈ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് അത് ബോയിലറിനുള്ളിൽ വെച്ച് ചൂടാക്കേണ്ട അളവ് കുറയുമല്ലോ അല്ലെ. നമ്മൾ സാധാരണ 25 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം കൊടുക്കുന്നതിന് പകരം നമ്മൾ ഒരു എക്കണോമൈസറിലൂടെ കടത്തി വിടുമ്പോൾ എത്രയായിട്ട് മാറും, ഒരു 50-60 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളമായിട്ട് മാറും. പിന്നെ അത്രയും 20 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ ഊർജ്ജം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ബോയിലറിൽ വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ ചിമ്മിനി വഴി ഫ്ലൂ ഗ്യാസസ് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വിടുന്നുണ്ട് അല്ലെ. ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിമ്മിനി വഴി പുറത്തേക്ക് വിടുന്ന ഗ്യാസസ് ഉണ്ടല്ലോ, ഫ്ലൂ ഗ്യാസസ്. ആ ഗ്യാസസിനെ ജസ്റ്റ് എക്കണോമൈസറിലൂടെ കടത്തി വിടുക. അതിലെന്തായാലും ഹീറ്റ് കണ്ടന്റ് പിന്നെ ഉണ്ടാവുമല്ലോ. നമ്മുടെ സൈലൻസറിലൂടെ പുറത്തേക്ക് വരുന്നതിൽ ഹീറ്റ് കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ബോയിലറിൽ നിന്നും പോകുന്ന എക്സോസ്റ്റ് ഗ്യാസസിന് എന്തുണ്ടായിരിക്കും, ഹീറ്റ് കണ്ടന്റ് ഉണ്ടായിരിക്കും. ആ ഹീറ്റ് കണ്ടന്റും കൂടി മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് എക്കണോമൈസറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞത്. എന്താ ചെയ്യുക, ആ ഹോട്ട് ഫ്ലൂ ഗ്യാസസിനെ നേരെ നമ്മൾ എക്കണോമൈസർ ഇതിനുള്ളിലൂടെ എന്ത് ചെയ്യും, വെള്ളം കടത്തിവിടും, വാട്ടർ ഇൻലെറ്റ്. ഈ വെള്ളം നേരെ എന്ത് ചെയ്യും, ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഉള്ളിൽ അങ്ങോട്ട് ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പുറത്തെ ഭാഗത്തേക്ക് വരും, ഈ ഒരു ചാമ്പറിലേക്ക് വരും. വാട്ടർ ഔട്ട്ലെറ്റ് കണ്ടോ, വാട്ടർ ഔട്ട്ലെറ്റ് ഈ ഒരു ചാമ്പറിൽ നിറയും. എങ്ങനെ അറിയുന്നത്, നമുക്കറിയാം
ചൂടാകുന്ന സമയത്ത് അതിന്റെ ഡെൻസിറ്റി കുറയും. അതായത് ഇവിടെ ഇങ്ങനെ വെള്ളം ഫില്ലായി കിടക്കുന്ന സമയത്ത് വെള്ളം മുകളിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഉള്ള വെള്ളത്തിന് വളരെ ഡെൻസിറ്റി കൂടുതൽ, താഴെയുള്ള വെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലായിരിക്കും. കാരണം കുത്തനെ നിൽക്കുകയാണ്, വെള്ളത്തിന് ഡെൻസിറ്റി കൂടുതലായിരിക്കും താഴെയുള്ളത്, മുകളിൽ ഡെൻസിറ്റി കുറഞ്ഞായിരിക്കും. ഇങ്ങനെ ഹോട്ട് ഫ്ലൂ ഗ്യാസസ് പോകുന്ന സമയത്ത് ഇതിനുള്ളിലെ വെള്ളത്തിന് വെള്ളം ചൂടാവും. ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, അതിന്റെ ഡെൻസിറ്റി കുറയും, അത് മുകളിലേക്ക് പോവുകയും ചെയ്യും. മുകളിലേക്ക് ഇങ്ങനെ പോയി മുകളിലേക്ക് പോകും. ഓക്കെ, അങ്ങനെ മുകളിലേക്ക് പോയിട്ട് അതെന്ത് ചെയ്യാം, നമുക്ക് വാട്ടർ ഔട്ട്ലെറ്റ് ഒരു പൈപ്പ് വാൾവ് വഴി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ കളക്ട് ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ അങ്ങോട്ട് കടത്തി വിടാം. ക്ലിയർ ആയല്ലോ? അങ്ങനെ നമുക്ക് ഹോട്ട് വാട്ടർ മാത്രമാണ് ഇതിൽ കൂടെ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് പോകുന്നത്. ഇതെങ്ങനെ ഫ്ലൂ ഗ്യാസ് എന്ത് ചെയ്യുന്നു, ഇവിടെ കുറെ എന്തുണ്ട്, ബാഫിൽ പ്ലേറ്റ്സുകൾ ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ ഇതിനൊരു സിക്സാഗ് മൂവ്മെന്റ്, ഈ വരുന്ന ഹോട്ട് ഗ്യാസസിന് ഒരു സിക്സാഗ് മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതുപോലുള്ള ബാഫിൽ പ്ലേറ്റ്സുകൾ കൊടുത്തിട്ടുള്ളത്. ചെയിൻ വഴി ഓപ്പറേറ്റഡ് ആണ് പ്ലേറ്റ്സുകളൊക്കെ. ഓക്കെ, പൊസിഷൻ എന്താണ്, ചെയിൻ വഴി അഡ്ജസ്റ്റബിൾ ആണ്. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ഇവിടെ ബാഫിൽ പ്ലേറ്റ്സുകൾ കൊടുത്തിട്ടുള്ളത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ എന്താ സംഭവം, ഒരു ബോയിലറിലേക്ക് കൊടുക്കുന്ന വെള്ളത്തിന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത് വിളിക്കുന്നത്, എക്കണോമൈസർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, എക്കണോമൈസർ ഈസ് എ സ്പെഷ്യലി കൺസ്ട്രക്റ്റഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഒരു പ്രത്യേകം നിർമ്മിച്ച ഹീറ്റ് എക്സ്ചേഞ്ചർ തന്നെയാണ് ഫോർ ഹാർനസിങ്, നിർമ്മിക്കാൻ, വിളവെടുക്കാൻ അല്ലെ, എടുക്കാൻ, ഹാർനസിങ് ദ ഹീറ്റ് എനർജി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഓഫ് ഔട്ട് ഗോയിങ് ഫ്ലൂ ഗ്യാസ്, പുറത്തേക്ക് ഒഴുക്കി വിടുന്ന ഫ്ലൂ ഗ്യാസസിൽ നിന്നും വീണ്ടും നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ, ഹാർനസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹീറ്റ് എനർജി ഹാർനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്താ, എക്കണോമൈസർ അല്ലെ. ആൻഡ് യൂട്ടിലൈസിങ് ഇൻ പ്രീ ഹീറ്റിംഗ് ഓഫ് ബോയിലർ ഫീഡ് വാട്ടർ, ബോയിലർ കൊടുക്കുന്ന ഫീഡ് വാട്ടർ, കൊടുക്കുന്ന വാട്ടറിന് എന്ത് ചെയ്യണം, ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, എക്കണോമൈസർ എന്ന് വിളിക്കുന്നത്. ഇറ്റ് സേവ്സ് ദ ഹീറ്റ് എനർജി ആൻഡ് സോ ഫ്യൂവൽ ഡിക്രീസ്. ഹീറ്റ് എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുവഴി സേവ് ചെയ്യാൻ പറ്റും. പുറത്തേക്ക് ഏതെങ്കിലും ഒഴിവാക്കി വിടുകയാണ്, അപ്പൊ ആ പുറത്തേക്ക് വിടുന്നതിന് കുറച്ച് ഹീറ്റ് എനർജി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സേവ് ചെയ്യാൻ പറ്റൂലേ. അങ്ങനെ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോ ദ ഫ്യൂവൽ ആൻഡ് ഡിക്രീസ് ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഫ്യൂവൽ സേവ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഡിക്രീസ് ചെയ്യാൻ പറ്റും. എന്താ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിക്രീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ബോയിലർ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ബോയിലർ തെർമൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എക്കണോമൈസർ 2 ടൈപ്പ് ഉണ്ട്, എക്സ്റ്റേണൽ ടൈപ്പ്, ഇന്റേണൽ ടൈപ്പ്. 2 ടൈപ്പ് എക്കണോമൈസർ ആണുള്ളത്. ഓക്കെ, പിന്നെ ദ ഇന്റേണൽ എക്കണോമൈസർ ഈസ് കൺസിഡർ ഇൻസ്റ്റാൾഡ് അപ്പാർട്ട് ഓഫ് ദ ബോയിലർ ആൻഡ് ഫ്ലൂ ഗ്യാസ്. എക്സ്റ്റേണൽ ടൈപ്പ് എന്ന് പറഞ്ഞത് എന്താണ്, പുറത്തായിരിക്കും, നമ്മുടെ ബോയിലറിന് പുറത്തായിരിക്കും വെക്കുക. ആൻഡ് ഫ്ലൂ ഗ്യാസ്, അതിൽ പോകുന്ന ഫ്ലൂ ഗ്യാസ് എന്ത് ചെയ്യും, ഡയറക്റ്റ് ടു ഫ്ലോ ത്രൂ ഇറ്റ് എസ്കേപ്പിംഗ് ത്രൂ ദ ചിമ്നിയിലൂടെ പുറത്തേക്ക് പോകുന്ന ആ ഒരു ഗ്യാസിനെ നേരെ എങ്ങോട്ട് കൊണ്ടുപോകും, എക്കണോമൈസറിലേക്ക് കൊണ്ടുപോകും അല്ലെ. ഇറ്റ് എംപ്ലോയ്ഡ് ഫോർ ദ ബോയിലർ ഫോർ മീഡിയം പ്രഷർ ഗേജ്, ഹൈ പ്രഷർ ഗേജിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇത് ഉപയോഗിക്കാറുണ്ട്. ഹിയർ ദ നമ്പർ ഓഫ് വെർട്ടിക്കൽ ട്യൂബ്സ് മേഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ആൻഡ് കണക്റ്റഡ് ടു കോളം headers at the bottom and top. ബോട്ടം ഹെഡും ഡാറ്റം ഹെഡും ടോപ്പ് ഹെഡും ഉണ്ട്. ബോട്ടം ഹെഡും ടോപ്പ് ഹെഡ് രണ്ടും വാട്ടർ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ അത് കണക്ട് ചെയ്തിട്ടുള്ളത് എന്താണ്, കുറെ ട്യൂബ്സുകളാണ്. ആ ട്യൂബ്സുകൾ നിർമ്മിച്ചിട്ടുള്ളത് എന്താണ്, കാസ്റ്റ് അയൺ കൊണ്ട് നിർമ്മിച്ച ട്യൂബ്സുകളാണ്. ഓക്കെ ആണല്ലോ? ഇത്രയാണ് നമുക്ക് അവിടെ പറയാനുള്ളത്. എക്കണോമൈസർ ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പ്ലെയിൻ ദ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ. വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ, ഇതാണ് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്ററിന്റെ ഫിഗർ. ഈ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ ഒരു ഭാഗം, അതായത് 2 ലിംബുകൾ ഉണ്ടായിരിക്കും, അതായത് 2 ഫ്ലഞ്ചസുകൾ ഉണ്ടായിരിക്കും. Y എന്ന ഫ്ലഞ്ചസും X എന്ന ഫ്ലഞ്ചസും ഉണ്ട്. ഈ 2 ഫ്ലഞ്ചസിൽ ഒന്ന് വാട്ടറുമായിട്ടും ഒന്ന് സ്റ്റീമുമായിട്ടായിരിക്കും കണക്ട് ആയിരിക്കുക അല്ലെ, സ്റ്റീമുമായിട്ടായിരിക്കും കണക്ട് ആയിരിക്കുക. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്താണ്, ഈ വാട്ടർ ലെവൽ ഇൻഡിക്കേറ്ററിൽ കുറെ എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ ഈസ് ആക്ച്വലി ക്വൈറ്റ് സിമ്പിൾ. എങ്ങനെയാണ്, വാട്ടർ ലെവൽ ഇൻഡിക്കേറ്റർ വർക്ക്സ് ബൈ യൂസിങ് സെൻസർ പ്രോബ്. 2 സെൻസർ പ്രോബുകൾ ഉണ്ടായിരിക്കും. ആ സെൻസർ പ്രോബ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇൻഡിക്കേറ്റ് ദ വാട്ടർ ലെവൽസ് ഇൻ ദ സ്റ്റോറേജ് ടാങ്കിൽ എത്ര വാട്ടർ ലെവൽ ഉണ്ടെന്ന് എന്ത് ചെയ്യും, നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ദിസ് പ്രോബ്സ് ഇൻഫോർമേഷൻ ഓഫ് ബാക്ക് ടു ദ കൺട്രോൾ പാനൽ. ഇത് കൺട്രോൾ പാനലിലേക്ക് എന്ത് ചെയ്യുന്നു, ഇൻഫർമേഷൻ കൊടുക്കുകയും അത് ട്രിഗർ ആൻ അലാം, ഒന്നില്ലെങ്കിൽ അലാം അടിക്കുകയും അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യും, ഇവിടെ പ്രകാശിക്കുകയോ ചെയ്യുന്നു അല്ലെ. ഇൻഡിക്കേറ്റർ പ്രകാശിക്കുകയോ അല്ലെങ്കിൽ ഒരു അലാം അടിക്കുകയോ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സാധാരണ വെള്ളത്തിന്റെ അളവ് കുറയുന്ന സമയത്ത് ചെയ്യുന്നത്. അപ്പൊ ഈ ഫിഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് നമുക്ക് പാർട്ട്, അതായത് നമ്മുടെ മൊഡ്യൂള് 3 നിന്നും വന്നിട്ടുള്ള ഏകദേശം ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ നല്ല രീതിയിൽ പഠിക്കുക, ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്, വരച്ച് പഠിക്കുക. ഓക്കെ, താങ്ക് യു.